ഇടുക്കി അടിമാലി മേഖലയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കനത്ത മഴയായിരുന്നു. വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. മച്ചിപ്ലാവ് ചൂരക്കട്ടൻകുടി ഉന്നതിയിലെ അരുണിനാണ് പരിക്കേറ്റത്. ഈ മണ്ണിൽ ഭാഗികമായി അകപ്പെട്ട അരുണിനെ ഫയർഫോഴ്സ് നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. ദേശീയപാതയിൽ അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജെയിനസ് രാജു നമ്മുടെ കൂടെ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു കനത്ത മഴ പെയ്തപ്പോൾ ആശങ്കപ്പെടേണ്ട രീതിയിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഈ മഴ അറിയിപ്പ് എന്തെങ്കിലും ജില്ലയുടെ പല ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടോ? പൂജ, ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. മഞ്ഞ മുന്നറിയിപ്പാണ് ഇന്ന് നിലവിൽ ജില്ലയിലുള്ളത്. പക്ഷേ രാവിലെ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി തുലാവർഷം എത്തിയിട്ടില്ലെങ്കിലും തുലാവർഷത്തിന് സമാനമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. ഹൈ റേഞ്ചിനേക്കാൾ കൂടുതൽ ലോ റേഞ്ചിലാണ് ശക്തമായ മഴയുണ്ടായിരുന്നത്. ഇന്നലെ അടിമാലി മേഖലയിൽ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടുനിന്ന മഴയായിരുന്നു. ആ മഴയിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒന്ന്, അവിടെ ചൂരക്കട്ടൻ കുടി എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലെ ഒരാളുടെ വീട്ടിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണു. മണ്ണ് പൂർണ്ണമായും വീടിന് മുകളിലേക്ക് വീണില്ല. പിൻവശത്ത് ഉണ്ടായിരുന്ന മൺതിട്ട് ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ഗൃഹനാഥൻ അരുൺ ഭാഗികമായി മണ്ണിലാകപ്പെട്ടു. അതിനുശേഷം നീണ്ട സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഇതൊരു ഇടുങ്ങിയ റോഡായിരുന്നു. ഫയർഫോഴ്സിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതാണ് കാലതാമസം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദേവിയാർ പുഴ പല സ്ഥലത്തും കവിഞ്ഞൊഴുകി എന്നുള്ളതാണ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഈസ്റ്റേൺ കമ്പനിയുടെ ഭാഗത്തുള്ള വീടുകളിലും അതോടൊപ്പം തന്നെ ഇങ്ങ് താഴേക്ക് ദേവിയാറിന് കുറുകെ ഉള്ള പാലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വനമേഖലയിൽ, പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഭാഗം, അവിടെ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണം നടക്കുകയാണ്. അവിടെ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഈ ശക്തമായ മഴയിലുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലേക്കും തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിലും മരം ഒടിഞ്ഞുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. നിലവിൽ ടൂറിസം മേഖലയ്ക്കോ അല്ലെങ്കിൽ രാത്രി യാത്രയ്ക്കൊന്നും നിരോധനമോ അപ്പോൾ മഴ പക്ഷേ കനക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയേക്കാം. അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പലപ്പോഴും ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ സാഹചര്യമൊക്കെ നോക്കി മാത്രം പോവുക. ജെയിൻ ഒടുവിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്.